114 അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി. പമ്പാ നദിയുടെ തീരത്ത് ശ്രീ വിദ്യാധിരാജ നഗറിൽ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി നിർവഹിച്ചു. വിഭജന ശക്തികളുടെ പ്രവർത്തനം ആശയപരമായി ഇന്നും നടക്കുകയാണെന്നും അതിനെ ധർമ്മജാഗരണത്തിലൂടെ പ്രതിരോധിക്കണമെന്നും സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. ഫെബ്രുവരി 22 വരെ നടക്കുന്ന മതപരിഷത്തിൽ ആത്മീയ ആചാര്യന്മാരും ഹൈന്ദവ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും വിവിധ പരിപാടികളിലായി പങ്കെടുക്കും. രാവിലെ വിവിധ ആശ്രമങ്ങളിൽ നിന്നായി ജ്യോതി ഛായാചിത്ര പതാക ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴയിലെ മണൽപ്പരപ്പിൽ സംഗമിച്ചു. ഉച്ചയോടെ 114 ഹിന്ദുമത പരിഷത്തിന് പതാക ഉയർന്നു. വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് നിരവധി ഹൈന്ദവ വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതം ഇന്ന് വീണ്ടും വിശ്വഗുരു എന്ന സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഭിന്നിപ്പിന്റെ പരിശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം ധർമ്മജാഗരണത്തിലൂടെ വരും തലമുറയിലേക്ക് സംസ്കാരത്തിന്റെ കരുത്തിനെ പകർന്നു നൽകണമെന്ന് വ്യക്തമാക്കി. ധർമ്മത്തിന്റെ കരുത്തിന്, അധാർമികമായിട്ടുള്ള ജീവിതചര്യയുടെ കരുത്തിനെ വരും തലമുറകളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് ഈ ദേശത്തെ എല്ലാ ജനങ്ങളും ഒന്നാണ്. കാരണം ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിക്കാണ് പൂർവാചാര്യന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഭാരതപ്പുഴ എന്ന് നാമകരണം ചെയ്തത്. നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന പമ്പാ സരസിനെയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സരോവരങ്ങളിൽ ഒന്നായിട്ട് ഋഷീശ്വരന്മാര് കൽപ്പിച്ചത്. ഈ ഏകദാനതയെ, ഈ ധർമ്മജാഗരണത്തെ നമ്മളിൽ വരും തലമുറയിൽ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ധീരമായ പരിശ്രമത്തിന് ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ദേവതകളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാഴൂർ മഠാധിപതി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇത് ഏറ്റെടുത്തെങ്കിലേ നാളേക്ക് ഇത് നിലനിൽക്കുകയുള്ളൂ. നമ്മളെല്ലാം 60, 70, 80, 90 വയസ്സൊക്കെ ആയ ആൾക്കാരാണ്. നമ്മൾ നാളെ കാണുമോ ഇല്ലെന്ന് ആർക്കും അറിയത്തില്ല. പുതുതലമുറയാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. അവരെ കൂടുതൽ പങ്കെടുപ്പിക്കുക. കളികളിലൂടെയാണെങ്കിലും നാടകങ്ങളിലൂടെയാണെങ്കിലും സംഗീതാദി കലകളിലൂടെയും ഒക്കെ ഇതിലേക്ക് വരുത്തിക്കൊണ്ട് അവർക്ക് ഇതിലൊരു റോളുണ്ട്, ഒരു ഇടമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് അവരെ ഉത്സാഹഭരിതരായി ഇതിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചാലേ ഇത് നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ നിലനിൽക്കുകയുള്ളൂ. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ, ആന്റോ ആന്റണി MP, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ ആത്മീയ രാമായണ സമീക്ഷ, തുടർന്ന് ധർമാചാര്യ സഭ എന്നിവ നടക്കും. 17-ന് വാൽമീകി രാമായണ സമീക്ഷയും പരിസ്ഥിതി കാർഷിക സമ്മേളനവും സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. 18-ന് നടക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം പന്തളം രാജപ്രതിനിധി പുണർദം തിരുനാൾ നാരായണവർമ്മ ഉദ്ഘാടനം ചെയ്യും. 19-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. 22-നാണ് ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സമ്മേളനം നടക്കുക. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘവാൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിരവധി പേരാണ് ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമാകാൻ ചെറുകോൽപ്പുഴയിലേക്ക് എത്തുന്നത്. ജനം, പത്തനംതിട്ട.